പക്ഷേ ഈ പലഹാരം പ്രിയങ്കയ്ക്ക് എടുത്തു കൊടുക്കുന്നതേ വരുൺ തന്നെയായിരിക്കും. ദേ മുത്തശ്ശി, അങ്ങനെ വെല്ലുവിളിക്കല്ലേ. അത് നടക്കാനേ അല്പം ബുദ്ധിമുട്ടായിരിക്കും. അത് നടക്കില്ല. എന്നാലേ ഞാൻ നടത്തി കാണിച്ചു തരാം മോളെ. പെട്ടെന്ന് വാ, എനിക്ക് നന്നായിട്ട് വിശക്കുന്നു. മുത്തശ്ശി വിളിച്ചില്ലേ? പിന്നെ വിളിക്കാണ്ടിരിക്കോ? അമ്മേ, എന്താ ഈ നേരത്തെ വെച്ചിരിക്കുന്നത്? ഈ വീട്ടിലുള്ളവർക്ക് സ്വസ്ഥമായിട്ട് ഭക്ഷണമൊന്നും കഴിക്കണ്ടേ? അമ്മ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ അമ്മയ്ക്ക് കഴിയില്ലേ? എടാ, ഞാൻ കുറച്ചു മുൻപാ ഇവിടുന്ന് പോയത്. ഞാൻ പോകുമ്പോ ഇതൊന്നും ഇവിടെ ഇല്ലായിരുന്നു. എന്താ സുമാരിയമ്മേ, എന്താ നിങ്ങളുടെ ഉദ്ദേശം? അതിനെന്തിനാ ഇങ്ങനെ പുലി ചീറ്റുന്ന പോലെ ചീറ്റുന്നേ? ഒരു ഗർഭിണി പെങ്കൊച്ചിന്റെ മുന്നിൽ പലഹാരങ്ങൾ വെച്ചാ അതൊരു ചടങ്ങാണെന്ന് തിരിച്ചറിയാനുള്ള ബോധം പോലും ഇല്ലേ? അമ്മേ, ചടങ്ങ് നടത്തുകയോ കൊല്ലുകയോ കുഴിച്ചിടുകയോ എന്താന്ന് വെച്ചാ ചെയ്തു. അതെ, നമ്മുടെ മുമ്പിൽ വെച്ച് വേണ്ടെന്ന് ഇവരോട് പറഞ്ഞേക്ക്. എടാ മോനെ വരുണേ, നീ ഇങ്ങനെ കലി തുള്ളുകയൊന്നും വേണ്ട. കാര്യങ്ങൾ നന്നായിട്ട് നടക്കട്ടെ എന്ന് നീ തീരുമാനിച്ച ഇവിടെ പിന്നെ വേറെ ഒരു പ്രശ്നവും ഇല്ല. ഒരു പലഹാരത്തിന്റെ തുണ്ടെടുത്ത് ഇവളുടെ വായിലേക്ക് അങ്ങ് വെച്ചു കൊടുക്ക്. പിന്നെ ഞാൻ അകത്ത് കൊണ്ടുപോയി കൊടുത്തോളാം. ആ, ഭർത്താവിന്റെ അവകാശം ഭർത്താവിന് തരാതിരിക്കാൻ പറ്റുമോ? അമ്മേ, ഞാൻ ഇതെല്ലാം കൂടി ചവിട്ടി തെറിപ്പിക്കും കേട്ടോ. ഒന്നുള്ളി രണ്ടെണ്ണത്തിന് ഞാൻ. സുകുമാരിയമ്മേ, നിങ്ങൾ അവനെ ദേഷ്യം പിടിപ്പിക്കരുത്. ഇതെല്ലാം കൂടെ വാരിക്കെട്ടി എഴുന്നേറ്റ് പോവാൻ നോക്ക്. ചേട്ടാ, വരുൺ ചേട്ടാ, ചേട്ടൻ എന്റെ ഭർത്താവല്ലേ? ചേട്ടാ, ഇതെടുത്തു തരോ? ഇത് മതി, ഇത് മതി. സുകുമാരിയമ്മേ, പറഞ്ഞത് കേട്ടില്ലേ? എഴുന്നേറ്റ് പോവാൻ. കളിച്ച് കളിച്ച് അവസാനം എന്തെങ്കിലും പറ്റിപ്പോയിട്ട് പരാതി പറയാൻ വന്നേക്കരുത്.